ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഒരു നാടൻ കൂന്തൽ അഥവാ കണവ കറിയുടെ റെസിപ്പി കാണാം. അതിനായിട്ട് 1 കിലോ കണവ കഴുകി വൃത്തിയാക്കി വെച്ചത്, 2 മീഡിയം സൈസ് സവാള കട്ട് ചെയ്തത്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒന്ന് ബ്ലെൻഡ് ചെയ്തത്, 2 മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്ത് വെച്ചത്, ഒരു അരക്കപ്പ് തേങ്ങ, കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും നമുക്ക് റെഡിയാക്കി വയ്ക്കാം. ഇനി ഒരു കടായി വെച്ച് വെളിച്ചെണ്ണ ചൂടാക്കി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. ആദ്യം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി 2 ടേബിൾ സ്പൂണോളം വേണം. അതിനുശേഷം സവാള, അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും ഇച്ചിരി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായി വഴന്ന് വരുമ്പോൾ നമുക്ക് മസാലാസൊക്കെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് തക്കാളി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഉടഞ്ഞു വരുന്നവരെ വഴറ്റി കൊടുക്കാം. ഉപ്പൊക്കെ ചേർക്കുമ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു വന്നോളും. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണവ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, ഉപ്പ് കൂടി പോരുത്. നല്ലൊരു മിക്സ് കൊടുക്കാം. ഒരു അരക്കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം. ആ സമയം കൊണ്ട് ഒരു അരക്കപ്പ് തേങ്ങ, ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അല്പം വെള്ളം ചേർത്ത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അടപ്പ് തുറന്ന് ഞാൻ 1 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം അരച്ചു വെച്ച തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നല്ലൊരു മിക്സിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വീണ്ടും ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യണം. ആ സമയം കൊണ്ട് നമുക്കൊരു പാൻ വെച്ച് വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് ഒരു 1/4 കപ്പ് തേങ്ങ, ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. നല്ല ബ്രൗൺ ആവുന്നവരെ നമുക്ക് വറുത്തെടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ കണവ ഏകദേശം കുക്കായിട്ടുണ്ട്. അതിലേക്ക് ഈ താളിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. മിക്സ് ഒന്നും ചെയ്യാതെ ഞാൻ അടച്ചു വെച്ച് 10 മിനിറ്റ് അങ്ങനെ വെച്ചിരുന്നതിന് ശേഷം നല്ലൊരു മിക്സ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ കണവ കറി റെഡി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.